സ്വാഗതം TCVയുടെ പോരാട്ടത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ TCV വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സറിയാൻ, ഒപ്പം തന്നെ ഓരോ മേഖലയിലും വികസന പ്രവർത്തനങ്ങളും വികസന പ്രശ്നങ്ങളും പങ്കുവയ്ക്കുന്നതിനായി. കഴിഞ്ഞ ദിനങ്ങളിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പോരാട്ടം നമ്മൾ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ വെച്ച് നടത്തുകയുണ്ടായി. വിവിധ വിഷയങ്ങൾ ആ മേഖലയിലുള്ള ജനങ്ങൾ പങ്കുവച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിഷയങ്ങൾ വടക്കാഞ്ചേരിയുടെ മണ്ണിലാണ് നമ്മൾ പങ്കുവച്ചത്. ഇവിടെയും ഈ മേഖലയിലുള്ള നിരവധി വികസന പ്രശ്നങ്ങൾ ജനങ്ങൾ പങ്കുവച്ചു. ഓരോ പോരാട്ടവേദിയിലും പ്രമുഖ കക്ഷികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിന്റെ പോരാട്ടം ഗുരുവായൂരിന്റെ മണ്ണിൽ, തൃശൂർ മണ്ഡലത്തിന്റെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരുവായൂരിന്റെ മണ്ണിൽ വെച്ച് നടത്തുമ്പോൾ UDFന് വേണ്ടി ശ്രീ CH അബ്ദുൾ റഷീദ്, ലീഗിന്റെ നേതാവ് കൂടിയാണ്, അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. ഇടതുമുന്നണിക്ക് വേണ്ടി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ KK വത്സരാജ്, BJPക്ക് വേണ്ടി ശ്രീ E രഘുനന്ദനൻ, BJP ദേശീയ സമിതി അംഗം കൂടിയാണ്. നമുക്ക് ആദ്യം തന്നെ ഓരോ കക്ഷികൾക്കും അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ജനങ്ങളോട് പറയാനുണ്ടാകും. നമുക്ക് ആദ്യം ഒരു 3 മിനിറ്റ് വീതം ഈ സ്ഥാനാർത്ഥികളുടെ കക്ഷികളുടെ പ്രതിനിധികൾക്ക് നൽകാം. ആദ്യം തന്നെ ശ്രീ CH അബ്ദുൾ റഷീദ്, അദ്ദേഹം 3 മിനിറ്റ് വീതം സമയമെടുത്ത് കക്ഷിയെക്കുറിച്ചും തങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം പങ്കുവയ്ക്കുന്നു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ KP ധനപാലൻ കഴിഞ്ഞ 5 വർഷം ചാലക്കുടി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തൃശൂർ ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പുവരുത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മാതൃകാപരമാണ്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ, മാതൃകാ യോഗ്യനായ ഒരു രാഷ്ട്രീയക്കാർ, തീർച്ചയായിട്ടും ആദർശ സംഹിതയോടുകൂടി ജീവിക്കുന്ന, ആദർശനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം തൃശൂർ പാർലമെന്റിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ തൃശൂരിൻ്റെ വികസന പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും സജീവമായ പങ്കാളിത്തം അദ്ദേഹം വഹിക്കും. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ചാലക്കുടിക്ക് ഉണ്ടായതുപോലെ തന്നെ തീർച്ചയായിട്ടും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹത്തെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ UPAയുടെ പ്രതിനിധിയായി UPAയുടെ ഗവൺമെന്റ് രൂപീകരണത്തിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസൃതമായി ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് UPA ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഞാൻ മാന്യ പ്രേക്ഷകരോട് ഈ സമയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ KK വത്സരാജ്. 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം തുടർന്ന് ആര് ഭരിക്കണമെന്ന് വിധി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPA ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിധി എഴുതാൻ ഇന്ത്യയിലെ ജനങ്ങൾ സർവ്വതാ സന്നദ്ധമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളും പരിപാടികളുമാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതിക്കും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള ജനവിധി എഴുതാൻ ഒരു ബദൽ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബദൽ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന CPIയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് CN ജയദേവൻ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി തൃശൂരിലും കേരളത്തിലും ഏറ്റവും അഭിമാനകരമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്ത് കടന്നുവന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള സഖാവ് CN ജയദേവൻ 5 വർഷക്കാലം ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കേരള നിയമസഭയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതാണ്. അതിനു മുമ്പ് തൃശൂർ ജില്ലാ കൗൺസിൽ രൂപീകരിച്ച സമയത്ത് അതിൻ്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഈ നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ എല്ലാ സമരമുഖങ്ങളിലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്
സഖാവ് സി എൻ ജയദേവൻ. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇവിടുത്തെ സിറ്റിംഗ് എം പി PC ചാക്കോ ഒരു കാരണവശാലും താൻ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല, മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണമെന്ന് AICC നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇവിടെ നിന്ന് അദ്ദേഹം മാറിപ്പോവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത് തന്നെ UDFന്റെ ഈ മണ്ഡലത്തിലെ പരാജയം സുനിശ്ചിതമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുക കൂടിയാണ് അത്തരമൊരു നിലപാടിലൂടെ ചെയ്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുതന്നെ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുനിശ്ചിതമായിട്ടുള്ള വിജയം ഉറപ്പുവരുത്തുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയായിട്ടാണ് LDF സ്ഥാനാർത്ഥി സഖാവ് സി എൻ ജയദേവൻ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രതിനിധി ശ്രീ രഘുനന്ദൻ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നത് ശ്രീശം മാഷാണ്. അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹം RSSൽ കൂടി വളർന്ന് അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം മേഖലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ വിവിധ പോസ്റ്റുകളിൽ ഇരുന്ന ആളാണ്. തൃശ്ശൂർ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. കാരണം ഞങ്ങൾക്ക് തുടക്കം മുതലേ അറിയാവുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ആര് ജയിച്ചു ചെന്നാലും ശരി വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരും ഇവിടെ മത്സരിക്കുന്നില്ല. രണ്ടുപേരും വളരെ വ്യക്തമായി അവരുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിക്കാനുള്ളവരാണ്. BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം AK ആന്റണി പോലും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇവരെല്ലാം സ്വീകരിക്കാനും ഒരുമിച്ച് പോകാനും തയ്യാറുണ്ടെന്ന്. അതുകൊണ്ട് ഈ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞത് ഒട്ടും തന്നെ തൃശ്ശൂർ പാർലമെന്റിൽ പ്രത്യേകിച്ചുണ്ടായിട്ടില്ല. ഗുരുവായൂരിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച PC ചാക്കോയാലും ശരി, അതിനു മുമ്പ് ജയിച്ച CPIയുടെ പ്രതീതിയായാലും ശരി പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായ വികസനം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനും ഉജ്ജ്വല വാഗ്മിയും കൂടിയായിട്ടുള്ള ശ്രീ KP ശ്രീശം മാഷെ വിജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി. ഓരോ കക്ഷികളുടെയും പ്രതിനിധികൾ 3 മിനിറ്റ് വീതം സമയമെടുത്ത് അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും പങ്കുവയ്ക്കുന്നു. പ്രധാനമായും വികസന വിഷയങ്ങൾ തന്നെയാണ്, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ അത് റെയിൽവേയെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ റോഡുകളെക്കുറിച്ചായിരിക്കാം, പാലങ്ങളെക്കുറിച്ചായിരിക്കാം, നടക്കാതെ പോയ വികസന വിഷയങ്ങളെക്കുറിച്ചായിരിക്കാം. പ്രത്യേകിച്ച് ഗുരുവായൂരിന്റെ മണ്ണിൽ നടത്തുമ്പോൾ ഗുരുവായൂരിന്റെ വികസന പ്രശ്നങ്ങളും ചർച്ചയിൽ വന്നേക്കാം. ആ വികസന പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്നെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാം. ഏത് കക്ഷിയോടാണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുക, ചുരുക്കി ചോദിക്കുക. ആരോടാണ് ചോദ്യം? ഞാൻ ചോദിക്കുന്നത് CH റഷീദിനോടാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരിന്റെ മണ്ണിൽ ഈ വിശകലനം നടക്കുമ്പോൾ ഗുരുവായൂരിന്റെ അടിയന്തര പ്രാധാന്യമുള്ള റെയിൽവേ മേൽപ്പാതലം, താനൂര് റെയിൽവേ ലൈൻ, അതുപോലെ തന്നെ ചക്കുംകണ്ടം ട്രീറ്റ്മെന്റ് പ്ലാൻ, ഇതുപോലെയുള്ള അടിയന്തര പ്രശ്നങ്ങൾ PC ചാക്കോ നിർവഹിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് കൂടുതൽ നല്ലൊരു പ്രൊഡക്റ്റ് ഇറക്കി പരീക്ഷിക്കാൻ വേണ്ടി ആണ് ധനപാലനെ കൊടുത്തതെന്ന് പരോക്ഷമായി അംഗീകരിക്കുന്നതാണോ താങ്കളുടെ പ്രസ്താവന? തീർച്ചയായിട്ടും തൃശ്ശൂരിലെ റെയിൽവേ വികസനം ശ്രീ PC ചാക്കോയുടെ നേതൃത്വത്തിൽ വളരെ നന്നായി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് ഈ അവസരത്തിൽ കഴിയും. ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീ വത്സരാജ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശ്രീ PC ചാക്കോ ഇവിടെ നിന്ന് മാറിയതോടുകൂടി ഈ സീറ്റിൽ തങ്ങളുടെ വിജയം ഉറപ്പുവരുത്തി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഘട്ടത്തിൽ PC ചാക്കോ
നേടിയ വിജയത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ UDF വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞു വന്നത് റെയിൽവേയുടെ വികസനമാണ് ശ്രീ ലാസർ എന്നോട് ചോദിച്ചത്. തീർച്ചയായിട്ടും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ മാതൃകാ റെയിൽവേ സ്റ്റേഷനാക്കി ഉയർത്താൻ അതിന്റെ പണികൾ ആരംഭിക്കാൻ ശ്രീ PC ചാക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിന്റെ പണി ആരംഭിച്ചു. അത് ആരംഭിച്ചു എന്ന് മാത്രമല്ല, അത് ഇത്ര കാലമായിട്ടും അതിന്റെ പ്രവർത്തനം നിലച്ചുപോയത് അത് ആരംഭിക്കുവാനും ഇപ്പോൾ നമുക്ക് മനോഹരമായി 2 തീവണ്ടികൾക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഗുരുവായൂരിന്റെ റെയിൽവേയുടെ വികസനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതിയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടതുമുന്നണിയുടെ പ്രതിനിധി ഇതിനോട് യോജിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചക്കംകണ്ടം വിഷയത്തെക്കുറിച്ചും പറയുകയുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പ്രധാനമായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ പ്രതിനിധീകരിച്ച PC ചാക്കോ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അമ്പെ പരാജയമായിരുന്നു എന്നാണ് ഞങ്ങളുടെ നിലപാട്. നമുക്കറിയാം, ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ വികസനം എന്ന് പറയുന്നത് വടക്കോട്ടുള്ള റെയിൽവേ പാതയുടെ വികസനമാണ്. ആ റെയിൽവേ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UDF ഗവൺമെന്റും അത്തരമൊരു പാത പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ PC ചാക്കോ MP എന്ന രീതിയിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതുപോലെ തന്നെ നമുക്കറിയാം, കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ മുന്നണി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അവകാശപ്പെടാറുള്ളത് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ധാരാളം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. PC ചാക്കോ ആണെങ്കിൽ കേന്ദ്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാളായി ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം നടപ്പാക്കാൻ ഇവിടെ PC ചാക്കോ എന്ന പാർലമെന്റ് മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ്. BJPയുടെ പ്രതിനിധി എങ്ങനെ പ്രതികരിക്കുന്നു? റെയിൽവേയിൽ ഏറെ വികസനങ്ങൾ നടത്തിയെന്ന UDFന്റെ പ്രതിനിധി ശ്രീ H. അബ്ദുൾ റഷീദ് പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ BJP ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ രണ്ടുപേരും അവകാശപ്പെടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ഒരു ഭാഗത്ത് കോൺഗ്രസ് PC ചാക്കോ, മറുവശത്ത് CPIയുടെ MP ആയിരുന്നു ഇവിടെ. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ നിന്ന് താനൂർക്കുള്ള പാതയുടെ സമരം ഇവിടെ വളരെ വർഷങ്ങളായിട്ടുള്ളതാ. അതിൽ പല സമരത്തിലുള്ള നേതാക്കന്മാരും പങ്കെടുത്തവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഗുരുവായൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാണ്ട് നിവൃത്തിയില്ല. ആനയ്ക്ക് രണ്ട് പാപ്പാമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നോ, അല്ലെങ്കിൽ ആനയ്ക്ക് വേണ്ടിയിട്ട് 2 കോലുകൾ മേടിച്ചു എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്നോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ആധ്യാത്മിക കേന്ദ്രമാണ് ഗുരുവായൂരിലെ മേൽപ്പാലം. എത്ര നാളുകളായിട്ട് ഈ ഇവിടുത്തെ ആൾക്കാർ സ്വപ്നം കാണുന്നതാ. ഈ മേൽപ്പാലത്തിനെ കുറിച്ച് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഈ പറയുന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, നമ്മളെല്ലാവരും പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. മറ്റ് റെയിൽവേ സ്റ്റേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന നേരത്ത് എത്രമാത്രം വികസനമുണ്ട്. ഇത് താൽക്കാലികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തുള്ള അവകാശവാദത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട എത്രമാത്രം വികസനം ഉണ്ടായിട്ടുണ്ട്. 2 ട്രെയിനിന് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടെന്നാണ് പറയണത്. അല്ലാണ്ട് ഒരിക്കലും ട്രെയിനുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യോ ഈ ഗുരുവായൂർക്ക് വരാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇതിൽ 2 കാര്യങ്ങൾ മറുപടി പറയാൻ ബാക്കിയുണ്ടായിരുന്നു. അതിലൊന്ന് പുതിയ ട്രെയിനുകളുടെ കാര്യമാണ്. 2 ട്രെയിൻ തീർച്ചയായിട്ടും ഈ ഗുരുവായൂരിൽ നിന്ന് പുതുതായി ആരംഭിച്ച കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. 2 ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി ആരംഭിച്ച കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ചോദ്യത്തിൽ ഇവിടെ നിന്ന് താനൂരിലേക്കുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് വടക്കോട്ടുള്ള റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയത്തിൽ സ്ഥലമെടുപ്പാണ് നമ്മുടെ ഈ പ്രശ്നത്തിന് തടസ്സമായി നിന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട CPIയുടെ ഇടതുപക്ഷ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥലമെടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ ഭരണത്തിലിരുന്ന കാലത്ത് ഉൾപ്പെടെ ഇതിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയില്ല. എന്താണ് പ്രശ്നം? ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം സ്ഥലമെടുക്കുന്നതിന് പ്രാദേശിക പഞ്ചായത്തുകളിലെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അനുമതി സഹകരണം ഇല്ലാത്തതായിരുന്നു അവിടെ പ്രശ്നം. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തൃശ്ശൂർ ജില്ലയിലല്ല മലപ്പുറം ജില്ലയിലേക്ക് കടന്നാൽ
ഈ മുഴുവൻ പഞ്ചായത്തുകളുടെയും ഭരണം നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിയുടേതാണ്. നിറമരുതൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ പെരുമ്പടപ്പ് പഞ്ചായത്ത് തുടങ്ങിയ വെളിയങ്കോട് തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്ന സമയത്ത് ആ പഞ്ചായത്തുകളിലെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ സഹകരണം ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ ഭൂമി സ്ഥലമെടുപ്പിന്റെ പദ്ധതി ഇവിടെ ഒന്നിടപെടുന്നു. ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ നിന്നുള്ള പാത നീട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും ഒരുപാട് കാലമായി നീണ്ടു നിൽക്കുന്നു. ശ്രീ രഘുനന്ദൻ ചോദിച്ചതുപോലെ അങ്ങോട്ട് കടക്കുമ്പോഴാണോ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള തടസ്സങ്ങളാണോ ഇതിന് പ്രധാനമായും കാരണമാകുന്നത്? ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇതിന് പിറകിലുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വളരെയധികം പ്രചരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. ശ്രീ കേന്ദ്രമന്ത്രി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മലപ്പുറത്ത് ജില്ലയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഇ അഹമ്മദ് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ചയാളാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ജനപ്രതിനിധികളെ യോഗം വിളിച്ചു ചേർത്താണ്. എനിക്കറിയാം, കൃത്യമായി പറയാം. 4 യോഗങ്ങൾ അതിനുവേണ്ടി മാത്രമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധിപന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയതാണ്. ആ യോഗങ്ങളിൽ ഒന്നും തീരുമാനം ഉണ്ടായില്ല. അവസാനം കുറ്റിപ്പുറത്തേക്ക് ഇത് മാറ്റി നിലവിലുണ്ടായിരുന്ന സ്ഥലം വളരെ പരിമിതമായ വീടുകൾ ഒഴിവാക്കേണ്ടി വരുന്ന ആ പുതിയ അലൈൻമെന്റ്, പഴയ ഏറ്റവും മുമ്പുണ്ടായിരുന്ന അലൈൻമെന്റ്, അതിലേക്ക് തിരിച്ചു വന്നിട്ട് പോലും അത് പൊളിച്ചത് അവിടെ ഉണ്ടായിരുന്ന CITU യൂണിയന്റെ മണൽ തൊഴിലാളികളുടെ അവിടെ അക്രമപരമായ സർവേ നടപടികൾ നിർത്തിവെച്ച് അവർ അക്രമം നടത്തിയുകൊണ്ടാണ് ആ സർവേ നടപടി പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് എന്ന് ഓർമ്മിപ്പിക്കും. ഇവിടെ KK വത്സരാജിനോട് ഒരു കാര്യം പറയണമെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് ഇടതുമുന്നണി ഗവൺമെന്റാണ്. അന്ന് റവന്യൂ മന്ത്രിയായിരുന്നത് CPIയുടെ കൂടി നേതാവായിരുന്ന ശ്രീ KP രാജേന്ദ്രൻ കൂടിയാണ്. അന്ന് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി തീർക്കാമായിരുന്നില്ല എന്നുള്ളൊരു പ്രസക്തമായൊരു ചോദ്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാര്യത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് റഷീദ് നടത്തിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ LDF ഗവൺമെന്റ് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഇന്ന് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ വരുന്ന ഭക്തന്മാർ കാണുന്ന ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ ഭൂമി ഏറ്റെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും അതിനകത്തൊരു ഘട്ടം പൂർത്തിയാക്കിയതും സഖാവ് KP രാജേന്ദ്രൻ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. റെയിൽവേ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പീരീഡിൽ, ആ ഗവൺമെന്റിന്റെ കാലയളവിൽ ഈ ഗുരുവായൂർ ടൗൺ ഹാളിൽ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും എല്ലാം യോഗം വിളിച്ചുകൂട്ടി ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായതാണ്. ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, മലപ്പുറത്തെ ബഹുജന സ്വാധീനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കേന്ദ്രമന്ത്രി ഇ അഹമ്മദും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ഈ പാതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. എന്തായാലും അവിടെ എല്ലാവർക്കും യോജിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന അന്നത്തെ ആ തെളിവെടുപ്പിൽ അല്ലെങ്കിൽ ഭരണാധികാരി പഞ്ചായത്ത് പ്രതിനിധികളെ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ പ്രശ്നമുണ്ടാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരാരാണ്? ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിറമരൂർ പഞ്ചായത്തിന്റെയും പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെയും ഒക്കെ ആളുകളാണ് അന്ന് പ്രശ്നമുണ്ടാക്കിയത്. നിഷേധിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു സമീപനം ഏത് കക്ഷിയുടെ പ്രതിനിധിയായാലും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം. എനിക്ക് ഈ UDFന്റെ ഈ വികസന കാഴ്ചപ്പാടിനോട് അത് വെറും തട്ടിപ്പാണെന്നുള്ള അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ വത്സരാജ് സൂചിപ്പിച്ചപ്പോൾ ഒരു വിഷയം പറഞ്ഞു, ഗുരുവായൂർ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ ചുറ്റളവിൽ ഭൂമി ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി വരെ വിധിയുള്ളതാണ്. ആ വിധി നടപ്പിലാക്കുന്ന ആദ്യഘട്ടം നടപ്പിലാക്കിയത് LDF സർക്കാരാണ്, 25 മീറ്റർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള 75 മീറ്റർ ഭൂമി ഏറ്റെടുക്കണ്ട എന്ന ഒരു നിലപാടാണ് ഇപ്പൊ ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം എടുത്ത തീരുമാനം. അത് നടപ്പിലാക്കുകയും ചെയ്തു. ഞാൻ പറയണത് ഈ വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ട തന്നെയാണ്. അതിലപ്പുറം ഇന്ത്യ രാജ്യത്തെ ജനങ്ങള് ഈ തെരഞ്ഞെടുപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് വിലക്കയറ്റാണ്. ഈ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ. പാചകവാതക വില വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇത്തരം വില വർധനവ്, ഇതിന്റെ വില നിശ്ചയിക്കുന്ന അധികാരം ഈ കമ്പനികൾക്ക് വിഷയം മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയം, ഈ വിലക്കയറ്റ, അദ്ദേഹം സൂചിപ്പിച്ചത് വിലക്കയറ്റത്തെ കുറിച്ചും ഗ്യാസ് വില വർധനയെ കുറിച്ചാണ്. ചോദ്യം മനസ്സിലാക്കുന്നുണ്ട്. ഇത് വലിയ തോതിൽ UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്, വലിയ തോതിൽ UDFന് തിരിച്ചടിയാകില്ലേ? അത് മാത്രമല്ല, ഈ വിലക്കയറ്റം വളരെ അധികം ഉയർന്നു പോയതായാണ് ഒരു സാധാരണക്കാരൻ നില അദ്ദേഹം പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം.
ആദ്യം പറഞ്ഞ ഒരു സംഗതി ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഔട്ടർ റിംഗ് റോഡിന് സ്ഥലമെടുപ്പിന്റെ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് UDF ഗവൺമെന്റാണ്. അത് ശ്രീ PKK ബാവ MLA ആയിരുന്ന സമയത്താണ് ആദ്യമായി ഈ പ്രദേശത്തെ ഔട്ടർ റിംഗ് റോഡിന്റെ സ്ഥലമെടുപ്പ്. ഞാൻ തെളിവുകൾ ഹാജരാക്കാം. നിങ്ങൾ തെളിവുകൾ തരാം, വെറുതെ പറയണ്ട. ഞാൻ പറയട്ടെ, ബാക്കി നിന്ന സ്ഥലമെടുപ്പിൽ ഗുരുവായൂർ തെളിവ് തരാം. നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഞാൻ പറയാ, ഡിനോവയായത് എപ്പോഴാണ്? ഞാൻ പറയട്ടെ, ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ. ഞാൻ പറയട്ടെ, നിങ്ങളെ വെറും സംസാരം ഉണ്ടാക്കണ്ട. ഞാൻ പറയാം, ഗുരുവായൂരിന്റെ ഔട്ടർ റിംഗ് റോഡിന് സ്ഥലമെടുക്കുന്ന പദ്ധതി PKK ബാവ കേരളത്തിലെ MLA ആയിരുന്ന സമയത്ത് ആരംഭിച്ചു. അതിന്റെ സ്ഥലമെടുപ്പ് പദ്ധതിയിൽ തഹാനി മുതൽ ഈ മഹാരാജ കാരക്കാട് വരെയുള്ള ഭാഗം ഒഴിച്ചുള്ള ഭാഗം പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത UDF കാലത്താണ്. എന്നിട്ട് തഹാനി മുതൽ കാരക്കാട് വരെയുള്ള സ്ഥലമെടുപ്പ് ബാക്കി നിന്നപ്പോൾ അത് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. ആ ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിൽ 5 വർഷമല്ല 3.5 വർഷമായപ്പോൾ ആ സ്ഥലമെടുപ്പിന്റെ പദ്ധതി ഒരു അടി പോലും മുന്നോട്ട് പോകാത്ത ഡിനോവ ആയിപ്പോയി. ആ ഡിനോവ ആയത് ജില്ലാ കളക്ടറുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഫയലിൽ ഇന്നും കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. തെളിവോടുകൂടി കാണിച്ചു തരാൻ തയ്യാറ്. സ്ഥലമെടുപ്പ് ഞങ്ങളെല്ലാം നടത്തി. പിന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞങ്ങൾ ഈ കേരളത്തിലെ UDF ഗവൺമെന്റ് അധികാരത്തിലുള്ള ഈ ഘട്ടത്തിലാണ് ഈ തൃശൂർ ഈ ഗുരുവായൂർ നഗരസഭയെ ഫസ്റ്റ് ക്ലാസ് നഗരസഭയായി 1ാം ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് നഗരസഭയായി ഉയർത്തിയത്. അതെന്തിനു വേണ്ടിയാണ് എന്നുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അറിയണം. അത് ഏറ്റെടുത്തത് ഈ ഇന്ത്യയിലെ ഭാരതത്തിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് അനുവദിച്ചു കിട്ടണമെങ്കിൽ അതിന് ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയേ മതിയാകൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആക്കിയത്. അത് മാത്രമല്ല 1000 കോടി രൂപയുടെ ഒരു വികസന പദ്ധതി കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഗുരുവായൂരിന് വേണ്ടിയാണ്. അതുകൊണ്ട് താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. ഞാൻ പറയാം, ഇവിടെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യത്തിനെല്ലാം റഷീദ് മറുപടി പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ ആണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആദ്യഘട്ടത്തിലെ 25 മീറ്റർ ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് കാരണമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ശേഷിച്ച ഭാഗം ഏറ്റെടുക്കുന്നത് തടസ്സം സൃഷ്ടിക്കുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്ത ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ അതിന് മറുപടി പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ചോദ്യം വ്യക്തമാണ്. ഒരു നിമിഷം മൈക്കിൽ പറയും. ഇവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭം രൂപം കൊണ്ടു. ആ രൂപം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് UDF ഗവൺമെന്റ് അത്തരം തീരുമാനം എടുത്തത്. അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഇവിടെ മർച്ചന്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഉള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഒരു സർക്കാരിനും കഴിയില്ല. ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. അതിനെതിരായിട്ട് പുനരധിവാസത്തിനൊക്കെ വേണ്ടി അത് അങ്ങേക്ക് അറിയാമോ? കാര്യമില്ല. ഏത് വികസന പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോഴും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ഭൂമി നഷ്ടപ്പെടുത്തുന്നവരുടെ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധങ്ങളെ പറയാൻ അവസരം നൽകുക. ഇരിക്കൂ, അദ്ദേഹം മറുപടി പറയട്ടെ. ഇവിടെ ചർച്ച എങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിലേക്ക് ചർച്ച വന്നത് എങ്ങനെയാ? നമ്മുടെ റെയിൽവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്നത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ അവർ ഉയർത്തും. ആ ജനങ്ങൾ പ്രതിഷേധിക്കും. ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ആ പ്രതിഷേധം കൊണ്ടാണ് ഗവൺമെന്റ് പിന്മാറിയത് എന്ന വാദം ശരിയല്ല. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന പ്രവർത്തനം. ശ്രീ രഘുനന്ദനൻ, താങ്കളും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇത് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു കാര്യം പറയാനുണ്ട്. എന്തോ നിർഭാഗ്യവശാൽ ഒരു ചക്കളത്തി പോരാട്ടം പോലെയാണ് ഇടതുപക്ഷവും വലതുപക്ഷത്തിലും വാശി പിടിക്കുന്നത്.
സത്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം ഇവിടെ ഉത്ഭവിച്ചത് തന്നെ ഇവിടുത്തെ വികസനത്തിന്റെ ഭാഗമാണ്. ഈ നാട്ടിലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പൊന്തി വന്നത്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ പങ്കാളിത്തമാണ്. എങ്ങനെ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള ഒരു ശക്തമായ നീക്കമുണ്ടായത് ഒരു കോടതി പരാമർശത്തിന്റെ ഭാഗമായിട്ടല്ലേ? അതിനുശേഷമല്ലേ ഉണ്ടായത്? നിർഭാഗ്യവശാൽ ഒരു രാഷ്ട്രീയ കളി അതിലുണ്ടായി. പക്ഷെ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, CPIയുടെ പ്രതിനിധിയായാലും ശരി, റഷീദിനോടായാലും പറയാനുള്ളത്, നമ്മുടെ പ്രശ്നം ഇവിടെ അതല്ല. ഭൂമി ഏറ്റെടുത്തു, അത് വികസനത്തിന്റെ പാതയിൽ വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇപ്പോഴും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി വേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. അഴുക്കുചാലിന്റെ പ്രശ്നമുണ്ട്. അഴുക്കുചാലിന്റെ പ്രശ്നത്തിന് വേണ്ടി ഒരുമിച്ച് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ? അതുപോലെ തന്നെ അവിടെ ആ കോട്ടപ്പടിക്കടുത്തുള്ള ശവക്കോട്ടയിൽ എന്നിട്ട് മലിനമായിട്ടുള്ള വസ്തുക്കൾ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ മേൽപ്പാലം വരണ്ടേ? ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശക്തമായൊരു നീക്കം വേണ്ടേ? ആ നീക്കത്തിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ആ അപാകതകൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ചർച്ചയാണ് ഇവിടെ വരുന്നത്. ശരി, ആ ചർച്ചയിലേക്ക് എത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം സംസാരിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് ഒരു ചോദ്യം എന്ന നിലയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കി ചോദിക്കുക. ആരോടാണ് ചോദ്യം? എനിക്ക് റഷീദിനോടാണ്. UPA സർക്കാരിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് റഷീദിനോടാണ് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ 2ാം സ്ഥാനം അവകാശപ്പെടാൻ പറ്റുന്ന AK ആന്റണി ഉൾപ്പെടെ 8 കോൺഗ്രസ് മന്ത്രിമാരും +1 E അഹമ്മദും 9 മന്ത്രിമാർ കേന്ദ്രത്തിന് കിട്ടിയ ഒരു അവസരം ഗുരുവായൂരിന്റെ പ്രത്യേക വികസന മേഖലയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ഒരു ശബരിമല സീസണിൽ മാത്രം 3.5 കോടി ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ്. കേരളത്തിലെ ആകെ ജനസംഖ്യ 3 മാസത്തിൽ ഇവിടെ വരുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ സമീപനം ഈ PC ചാക്കോന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഈ PC ചാക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള എന്നുവെച്ചാൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവരാൻ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, കേന്ദ്ര ഫണ്ട് അനുയോജ്യമായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരു നഗരസഭ എന്നുള്ള നിലയ്ക്ക് 3ാം ഗ്രേഡ് നഗരസഭയായിട്ടുള്ള ഗുരുവായൂർ നഗരസഭയ്ക്ക് അത്തരം ഒരു കേന്ദ്ര ഫണ്ടിന്റെ ഒരു പാക്കേജ് കൊണ്ടുവരാൻ സാങ്കേതികമായ തടസ്സമുള്ളതുകൊണ്ട് ആദ്യമായി അത് പരിഹരിക്കുക എന്നതായിരുന്നു ശ്രീ PC ചാക്കോയും UDFന്റെയും താല്പര്യം. അതിനുവേണ്ടിയാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയായി ഇത് ഉയർത്തണമെന്നുള്ള ഒരു തീരുമാനം വരുന്നത്. അതിന് തന്നെ സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. കാരണം നിലവിലുള്ള 3ാം ഗ്രേഡ് നഗരസഭ 1ാം ഗ്രേഡ് ആക്കുക എന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ ഗുരുവായൂരിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തീർത്ഥാടന കേന്ദ്രവും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടകരെ എത്തി വരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ നഗരത്തിന് ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയായി ഉയർത്തുകയും അതോടൊപ്പം തന്നെ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് ഉയർത്തുകയും ഒപ്പം തന്നെ 1000 കോടിയുടെ ഒരു വികസന പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അത് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇടതുപക്ഷത്തിന്റെ നഗരസഭ അതുമായി സഹകരിച്ചിട്ടുണ്ട്. അതിന് PC ചാക്കോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം എനിക്കറിയാം. അതിലേക്ക് വരാം. PC ചാക്കോയുടെ സംബന്ധിച്ചൊരു വിഷയം പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ PC ചാക്കോയെ കുറിച്ച് പറയുന്ന ഒരു അപവാദമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനം നടത്തിയില്ല ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളത്. ഇത് തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ CPIയുടെ പ്രതിനിധിയായിരുന്നപ്പോഴും പറയുകയുണ്ടായിരുന്നു. ആ MP-യും വേണ്ട രീതിയിലുള്ള ഇത് ഇലക്ഷൻ സമയത്ത് ആരോപണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണോ? ഒരിക്കലും അല്ല. CPIയുടെ പ്രതിനിധിയായിട്ട് സഖാവ് CK ചന്ദ്രപ്പൻ 5 വർഷക്കാലം പാർലമെന്റ് മെമ്പറായിരുന്ന മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. MP ഫണ്ട് അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ചത് സഖാവ് CK ചന്ദ്രപ്പനായിരുന്നു. രേഖകളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടി ഞാൻ പറയാം. ശരി, നമുക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ കേരളത്തിലെ 20 MP-മാരിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ MP ഫണ്ട് ഇന്ന് 25 കോടിയാണ്.
5 കോടിയാണ് ഒരു വർഷം ഒരു എം പിക്കുള്ളത്. PC ചാക്കോ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് അറിയാലോ? ₹1,98,00,000 രൂപയാണ് അദ്ദേഹത്തിന്റെ MP ഫണ്ട്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളുടെ മെമ്പർമാരോടുമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വിഷയം ദേശീയപാതയെക്കുറിച്ചാണ്. 7 വർഷത്തോളമായി ദേശീയപാതയോരത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വിഷമം അനുഭവിച്ചുകൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി PC ചാക്കോ MP-യുടെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന PC ചാക്കോ ദേശീയപാത NH-17 തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് വിഷയം. ഞങ്ങൾ 600 ആൾക്കാരോളം പരാതിയുമായി ബഹുമാനപ്പെട്ട MP-യുടെ അടുത്തേക്ക് ചെന്നു. ഇതിന് പരിഹാരം കാരണം ഞങ്ങൾക്ക് എവിടെ ചെന്ന് അന്വേഷിക്കലും അത് ഞങ്ങളുടെ വിഷയമല്ല, ദേശീയപാത കേന്ദ്രത്തിന്റെ വിഷയമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് വന്ന് ഇവിടെ പരിസരം കണ്ടുപോയപ്പോഴും പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ 45 മീറ്റർ പാത അസാധ്യമാണ്. അതുകൊണ്ട് 30 മീറ്ററിൽ ഞങ്ങൾക്കതിൽ പരാതിയില്ല. സംസ്ഥാന സർക്കാർ പാത എടുത്തു തന്നാല് ഞങ്ങളത് പഠിക്കാൻ തയ്യാറാണ്. മറുപടി പറയാനായിട്ടില്ലല്ലോ. ചോദ്യം കഴിഞ്ഞാലല്ലേ മറുപടി പറയാം. ഇനിയും ചോദിക്കാനുണ്ട്. ചോദ്യം മുഴുവൻ തീർന്നാലല്ലേ മറുപടി പറയാനും. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പരിപാടി. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഇവർക്ക് എന്ത് പറയാൻ പറ്റും? ബഹുമാനപ്പെട്ട MP-യുടെ വീട്ടിലേക്ക് പരാതിയുമായി ചെന്നപ്പോഴേ MP അവിടെ ഇല്ല. പേപ്പട്ടികളെ അഴിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ഉണ്ടായോ? താങ്കൾ മറുപടി പറയാം. ഞങ്ങൾക്ക് വിജയം വേണം, വികസനം വേണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വോട്ട് ചോദിക്കുന്നതിന് ആഗ്രഹമെങ്കിൽ എന്ത് പറയാൻ വരാതിരിക്കുന്ന കാലങ്ങളിൽ. ശരി ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇവിടെ വികാര വിക്ഷോഭം കൊണ്ട് കാര്യമില്ല. അവർക്ക് മറുപടി പറയാനുള്ള അവസരം നൽകുക. ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കുക. താങ്കൾ പറയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ വികാരങ്ങളെ, അവരെ ഗൗരവതരമായ അവരെ നീറുന്ന പ്രശ്നങ്ങളെ ഗൗരവമായി തന്നെ കാണാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ലാൻഡ് അക്വിസിഷൻ ആക്ട്, സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നിയമം, നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NH-17മായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി, തീർച്ചയായിട്ടും അവരുന്നയിച്ച ഒരു വിഷയം, അവിടെയുള്ള ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല, അവർക്ക് പുനരധിവാസ പാക്കേജ് വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെന്താണ് പരിഹാരം? ഇന്ത്യ ഗവൺമെന്റ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോടുകൂടി അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം, ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ഇപ്പോൾ കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് പുതുതായി പുതുക്കിയിരിക്കുന്നു. ആ പുതുക്കിയ നിയമത്തിൽ പറയുന്നത് നിലവിലുള്ള ഭൂമിയുടെ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറഞ്ഞ വിഷയം എനിക്കറിയാം, ഞാനത് പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഞാൻ പറഞ്ഞു വന്നത് 4 ഇരട്ടി നൽകണം എന്ന പുതിയ ലാൻഡ് അക്വിസിഷൻ അമെൻമെന്റ് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നു. അതനുസരിച്ച് കേരളത്തിലെ ഇന്ന് നിലവിലുള്ള മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി നൽകണമെന്ന നിയമം ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കി, UPA ഗവൺമെന്റ് പാസ്സാക്കി. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ NH-17ന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ആ സ്ഥലമെടുപ്പിൽ അത് ബാധകമാകുന്നില്ല. കാരണം ആ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു NH-17ന്റെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ നിയമം ബാധകമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് അനുയോജ്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു. എന്നാൽ ഇനി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗവൺമെന്റ്, 3ാം UPA ഗവൺമെന്റ് ഇന്ത്യയിലെ അധികാരത്തിൽ വന്നാൽ, ഇന്ത്യൻ പാർലമെന്റ് ഭൂരിപക്ഷം കിട്ടിയാൽ നിലവിലുള്ള നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു കഴിയട്ടെ, നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്ത് 4 ഇരട്ടി ലഭ്യമാകുന്ന ഒരു പുതിയ നിയമത്തിലേക്ക് ബാധകമാക്കാൻ നിങ്ങൾ ചോദ്യം 3 കക്ഷികളുടെ പ്രതികളോടായിരുന്നു ആ കക്ഷിയുടെ ചോദ്യം. ശ്രീ KK വത്സരാജ്, താങ്കൾ പറയൂ. ഞാൻ മാത്രമല്ല, നിങ്ങൾ 3 കക്ഷികളോടുമാണ് ചോദിച്ചത്.
ഇതൊരു വിചാരണ വേദിയോ തർക്കവേദിയോ അല്ല. ഓരോരുത്തർക്കും പറയാനുള്ള സൗകര്യങ്ങൾ മാത്രം നൽകുക. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അത് അംഗീകരിച്ചതാണ്. ഇവിടെ ഇടതുപക്ഷമായാലും BJP ആയാലും UDF ആയാലും അതെല്ലാവരും അംഗീകരിച്ചതാണ്. താങ്കൾ പറയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയപാത വികസനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ദേശീയപാതകളുടെ വികസനം ഉണ്ടാകണം. കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവിടുത്തെ സ്ഥലപരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കേരളത്തിനെ പ്രത്യേകമായി കണ്ടുകൊണ്ട് അതിന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പരിധി കുറയ്ക്കണം എന്ന നിലപാട് സ്വീകരിച്ചതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചിരുന്ന നാളുകളിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അന്നത്തെ പ്രതിപക്ഷവും സംയുക്തമായി കേന്ദ്ര ഗവൺമെന്റിൽ നിവേദക സംഘമായി പോയതാണ്. കേരളത്തിന്റെ പ്രത്യേക പരിസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിധി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ഒരു കാരണവശാലും അത് ചെയ്യാൻ കഴിയില്ല, ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരേ രീതി തന്നെ കേരളത്തിലും തുടരണം എന്ന് ശക്തിപ്പിടിച്ചപ്പോഴാണ് അതിലേക്ക് ഗവൺമെന്റ് നിർബന്ധിക്കുന്നു. ശ്രീ CH റഷീദ് അവരുടെ കക്ഷിയാണ് ജയിച്ചു വരുന്നതെങ്കിൽ എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഇടതുമുന്നണിയുടെ കക്ഷിയാണ് MP ആയി വരുന്നതെങ്കിൽ എന്ത് നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും? അല്ല, ഇക്കാര്യത്തിൽ ഇത് കേവലം നമ്മുടെ ജില്ലയിലെ ദേശീയപാതയുടെ ഭൂമിയെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വിഷയമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പൊ നേരത്തെ റഷീദ് പറഞ്ഞല്ലോ 3-ാം UPA വരുന്ന ശ്രീമാൻ AK ആന്റണി പോലും പറഞ്ഞു ഒരു കാരണവശാലും UPAക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം. ഒരു കാരണവശാലും അത്തരം ഒരു ഗവൺമെന്റ് വരാൻ പോകുന്നില്ല. ഇവിടെ ഒരു ബദൽ നയം കേന്ദ്രത്തിലുണ്ടാകണം. ആ ബദൽ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചുങ്കപ്പാതകൾ നിയന്ത്രിക്കാൻ കഴിയുക, BOTയെ നിയന്ത്രിക്കാൻ കഴിയും. BJPയുടെ പ്രതിനിധി മൂന്ന് കക്ഷികളോടും കൂടിയായിരുന്നു ചോദ്യം. BJPയുടെ പ്രതിനിധിക്ക് സംസാരിക്കാനുള്ള സമയം. ഒരു ദേശീയപാത സമീപനം അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. കശ്മീർ മുതൽ കന്യാകുമാരി മുതൽ ഗുജറാത്ത് മുതൽ നമ്മുടെ കൽക്കട്ട വരെയുള്ള ദേശീയപാതാ വികസനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നിട്ട് അതിന് ഭൂമി ഏറ്റെടുക്കേണ്ട പ്രശ്നത്തിനെ കുറിച്ചും വന്നിരുന്നു. നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള ദേശീയപാതയുടെ ഒരു പ്രശ്നം മൂത്ത സഹോദരൻ അവിടെ പറഞ്ഞു. ഞാനും വളരെ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മുടെ ചാവക്കാട് നിന്ന് ചേറ്റൂർ വരെയുള്ള റോഡ് ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. നിർഭാഗ്യവശാൽ 2 മുന്നണികൾ കേരളത്തിൽ മാറി മാറി ഭരിച്ചു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പാലിയേക്കരയിൽ. ഈ വത്സരാജന്റെ പാർട്ടിക്കാരും ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സമരത്തില്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് VS സുധീരനും ഉണ്ടായിരുന്നു, ഇല്ലേ വത്സരാജ? സുധീരനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊള്ളയടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞാനൊന്ന് പൂർവിക്കട്ടെ. അതേ പറഞ്ഞു. ബാംഗ്ലൂർ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിതി, ബാംഗ്ലൂർ കോൺഗ്രസ് വന്നപ്പോ വന്നതിന് ശേഷം ബാംഗ്ലൂർ മാറ്റിയ വിഷയത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തില് ഇത്രയും കുറഞ്ഞ ദൂരത്തിന് ഇത്രയും കൂടുതൽ ടോൾ മേടിക്കുന്ന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തിൽ പാലിയേക്കര ടോൾ, തീർച്ചയായും ഇത്തരം വിഷയങ്ങളിലേക്ക് വരിക. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പാലിയേക്കരയിലേക്ക് വരാം. ഇവിടെ നിന്ന് ഏതൊരാൾ പാലിയേക്കര വഴി ചാലക്കുടിയിലേക്കായാലും ആമ്പല്ലൂരിലേക്കായാലും കനത്ത തുക ടോൾ നൽകി പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിൽ വിവിധ കക്ഷികൾ സമരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും അതേ തുക തന്നെ, ഇതിൽ വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആമ്പല്ലൂരിലേക്ക് പോകുന്നയാൾക്ക് കുറച്ച് തുകയെങ്കിലും ആക്കുക, ചാലക്കുടിക്ക് പോകുന്നയാൾക്ക് തുക കൂട്ടി നൽകുക, ഇതൊന്നുമില്ലാതെ എവിടേക്ക് പോകുന്നയാൾക്കാണെങ്കിലും ഒരു വലിയ തുക നൽകേണ്ടിയിരുന്ന സ്ഥിതിവിശേഷം, ഒരു ടോൾ ബൂത്ത് മാത്രമായുള്ള ഒരു സ്ഥിതിവിശേഷം. ഈ വിഷയത്തിൽ തൃശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതാണ്. ശ്രീ KK വത്സൽ, താങ്കൾ ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? MP ആയി വരികയാണെങ്കിൽ ഇത് തീർച്ചയായും നിർത്തലാക്കാൻ കഴിയുമെന്ന് ആരും പറയുന്നില്ല. ഇത് കുറയ്ക്കാനെങ്കിലും താങ്കളുടെ ഭാഗത്ത് നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പാലിയങ്കര സമരത്തിൽ നേരത്തെ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ആ സമരത്തിൽ ആദ്യഘട്ടത്തിൽ മാത്രമല്ല, ആ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും നിരന്തരമായ സമരരംഗത്തുണ്ടായിരുന്നതാണ്. അവിടെ ഒരു സമരസമിതിയുണ്ട്. ആ സമിതിയുമായി യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ യുവജന സംഘടന സമരരംഗത്തുണ്ടായിരുന്നു. എന്താ അവിടെ ഉണ്ടായത്? മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഹൈ ലെവൽ കോൺഫറൻസിൽ എടുത്ത തീരുമാനമാണ്.
അവിടുത്തെ സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവിടെ ടോൾ പിരിക്കുകയുള്ളൂ. അതിന്റെ പ്രവർത്തനം നടത്തും. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾക്ക് അത്തരം വാഹനങ്ങൾക്ക് അവിടെ പൈസ ഒഴിവാക്കി കൊടുക്കും. നിരവധിയായിട്ടുള്ള കണ്ടീഷനുകൾ ആ സമരസമിതിയുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ടോൾ പിരിവ് ആരംഭിക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയ ഉറപ്പാണ് അവിടെ ലംഘിക്കപ്പെട്ടത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ സമരം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിച്ചതും അതിനെ വഞ്ചിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് അദ്ദേഹത്തിലേക്ക് പോകാം. അതിനു മുമ്പായി ഇടതുപക്ഷത്തിന്റെ MP ആണ് വരുന്നതെങ്കിൽ ഈ ടോൾ കുറയ്ക്കാനുള്ള ഒരു നീക്കമെങ്കിലും നടത്താൻ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP ആയി സഖാവ് CN ജയദേവൻ വിജയിച്ചു വന്നാൽ ആ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള പരിഗണന ഉണ്ടാകും. ശരി, ശ്രീ CH റഷീദ്, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ താങ്കൾ കൂടി കേട്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പാലിയേക്കരയിലെ ടോൾ ചുമത്തിയ ഉത്തരവാദിത്തം ആരാണ്? ഈ കേരളത്തിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ ആ തീരുമാനമെടുത്ത ആരാണ്? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേറിയപ്പോൾ പാലിയേക്കരയിൽ ടോൾ ചുമത്തിയത്, അതിനുള്ള അഗ്രിമെന്റ് വെച്ചത് അത് ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ അധികാരത്തിലിരുന്നപ്പോഴാണ്. തുടർന്ന് വന്ന ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്. ആ UDF ഗവൺമെന്റ് കാലത്താണ് ഈ പണികൾ ആരംഭിച്ചത്, പണികൾ പൂർത്തിയായത് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമയത്താണ് ടോള് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ഒരു ഗവൺമെന്റ് എന്നത് നിലവിലുള്ള ഗവൺമെന്റ് തുടർച്ചയാണ് എന്നതുകൊണ്ട് പഴയ ഗവൺമെന്റിന്റെ നിയമം, അവരുണ്ടാക്കിയ അഗ്രിമെന്റ് പുതിയ ഗവൺമെന്റ് നിർത്തലാക്കാൻ കഴിയാത്തതുകൊണ്ട് അത് തുടരുകയാണ്. അതിൽ എന്തൊക്കെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയും എന്നതിന്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി സർവീസ് റോഡുകളുടെയും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളുടെയും ഇടക്കാലത്ത് നിർത്തിവെക്കാൻ വരെ ശ്രീ ഉമ്മൻചാണ്ടി കുറയ്ക്കാൻ കഴിയുമോ ശ്രീ CH റഷീദ്? ഈ ടോൾ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു കോൺഫറൻസിൽ ഉണ്ടായ തീരുമാനം അവിടെ നടപ്പായില്ല എന്നുള്ളതാണ് വസ്തുത. ആ തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ അല്ല, ടോള് കുറയ്ക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നത്, ഞങ്ങൾ സഗൗരവം അത് പരിശോധിക്കും എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം നിലവിലുള്ള നിയമം അനുസരിച്ച്. ശരി, നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകേണ്ട. ചുരുക്കി ചോദിക്കുക. ആരോടാണ് ചോദ്യം? ഈ ഇലക്ഷനിൽ 2G സ്പെക്ട്രം കേസിൽ സോണിയാഗാന്ധിയെയും കേന്ദ്ര സർക്കാരിനെയും സംരക്ഷിച്ചതിന്റെ പേരിലല്ലേ ഈ തൃശൂരിലെ ജനങ്ങൾ തിരസ്കരിച്ച PC ചാക്കോയെ ചാലക്കുടിയിലേക്ക് മാറ്റിയത് എന്നും ദയവുചെയ്ത് വികസന വിഷയങ്ങളാണെങ്കിൽ മാത്രം ചോദിക്കുക. ദയവുചെയ്ത് വികസന വിഷയങ്ങളാണോ, വികസനമാണോ? താങ്കളുടെ ചോദ്യം വികസന വിഷയമാണോ? അങ്ങനെയാണെങ്കിൽ മാത്രം വികസന വിഷയമാണോ? ഹലോ, വികസന വിഷയമാണെങ്കിൽ മാത്രം. മത്സേട്ടൻ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മഹാരാജ്യത്തിന് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ പ്രധാന മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ വിഷയത്തിൽ ഇവിടെ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് നിഷേധ വോട്ടിന് തുല്യമാകും. ഇരുമുന്നണികളും ഈ വിഷയത്തിൽ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഈ ലോക്സഭ ഇവിടെ മണ്ഡലത്തിലെ വികസന വിഷയങ്ങളെ കുറിച്ച് ഇത് ആദ്യം തന്നെ പറയുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ മാത്രം ചോദിക്കാം. ചുരുക്കി ചോദിക്കുക. ദേശീയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ദിവസം മതിയാകില്ല, സമയപരിമിതിയുണ്ട്. വികസനത്തെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അതിനു മുമ്പ് ഒരു റഷീദിനോടാണ് ചോദിക്കുന്നത്. റഷീദ് അടർക്കളത്തിലെ ആയുധം നഷ്ടപ്പെട്ടപ്പോൾ ആളെ പോലെ ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഐക്യജനാധിപത്യത്തിന്റെ ചോദിക്കുന്നത് കൺവീനർ വരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വരെ ഇടതുപക്ഷ പാളയത്തിലായിപ്പോളത്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ വിഷയം വൈമാറിപ്പോകല്ലേ? കോൾപ്പാടങ്ങൾ ഏനാമാക്കൾ ഉൾപ്പെടെയുള്ള കോൾപ്പാടങ്ങൾ ഒരു ഉറുപ്പ്യ പോലും ചെലവാക്കിയിട്ടില്ല. ചോദ്യം വ്യക്തമാണ്. മണ്ഡലത്തിലെ ഒരു വികസന വിഷയം തന്നെയായിരുന്നു. ചോദിച്ചവർക്ക് മറുപടി പറയാനുള്ള അവസരം നൽകുക. കോൾ മേഖലയിലെ വികസനങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് ആ വ്യക്തി ചോദിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വലിയ മേഖലയുണ്ട് കോൾ മേഖല. ഈ കോൾ മേഖലയ്ക്കായി കഴിഞ്ഞ MP എന്ത് ചെയ്തു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചോദ്യം. എന്റെ സുഹൃത്ത് മറുപടി പറയാൻ ആളിവിടെയുണ്ട്. എന്റെ സുഹൃത്ത് ശ്രീ സുരേഷ് വാര്യർ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവപ്പെട്ട പ്രശ്നമാണ്
ജനങ്ങളുടെ ഭക്ഷണവും ഭക്ഷ്യോൽപാദനവും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു സംഗതിയാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് UPA ഗവൺമെന്റ്. നിങ്ങൾക്കറിയില്ലേ? കോൾ വികസനത്തെ കുറിച്ചാണ് ചോദ്യം. പറയാൻ സമ്മതിക്കുന്നത്. ഇന്ത്യയില് 700 ഞാൻ പറയാം ഈ തൃശ്ശൂരിലെ ഞാൻ പറഞ്ഞു വരട്ടെ, പൂർത്തിയാക്കാൻ സമ്മതിക്ക്. ഞാൻ പറയട്ടെ 700 ലക്ഷം ടണ്ണിന്റെ ഈ ഇന്ത്യ രാജ്യത്ത് ധാന്യശേഖരം ഉണ്ടായി. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് റെക്കോർഡാണ്. ഇന്ത്യയിൽ റെക്കോർഡാണ്. കോൾ വികസനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ കോൾ വികസനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തൃശ്ശൂർ ജില്ല ഇവിടെ ഇതിനു മുമ്പും CPI MP ആവുമ്പോഴും കേന്ദ്രത്തിൽ മറ്റുള്ളവർ ഭരിക്കുമ്പോഴും തൃശ്ശൂർ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ തൃശ്ശൂരിലെ കോൾ വികസന പദ്ധതി 1100 കോടി രൂപയുടെ കോൾ വികസന പദ്ധതി പ്രോജക്ട് സമർപ്പിച്ചു. പറഞ്ഞു കഴിയട്ടെ സുരേഷ്, പറഞ്ഞു കഴിയട്ടെ. നിങ്ങൾ എനിക്ക് 1100 കോടി രൂപയുടെ കോൾ പ്രോജക്ട് അംഗീകരിച്ചു. അതില് 700 കോടി രൂപ ഈ വിഷയത്തിൽ അല്ല, ഈ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറയുകയാണ്. ഇതിൽ എന്തെങ്കിലും മറുപടി എതിരഭിപ്രായമുണ്ടെങ്കിൽ CPIയുടെ വ്യക്തി മറുപടി പറയും, ഇടതുപക്ഷത്തിലെ വ്യക്തി പറയും. താങ്കൾ പറയൂ. എനിക്ക് ഇതിലും ഞാൻ പറയട്ടെ സുരേഷ്, മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിക്കട്ടെ. ഞാൻ പറയട്ടെ ഇതിൽ പ്ലീസ് ഈ വിഷയത്തിൽ ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ 1100 കോടിയുടെ പ്രോജക്ട് സമർപ്പിച്ചു. 700 കോടിക്ക് അനുമതി കിട്ടി. 450 കോടി ഇതിന് അനുവദിച്ച് കിട്ടി. 150 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്തു. എല്ലാവർക്കും ഞാൻ അംഗമാണ്. എന്റെ പ്രിയപ്പെട്ട ഗുരുവായൂർ MLA ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ നാട്ടിക MLA ഗീതാ ഗോപി, അവരൊക്കെ അംഗമാണ്. ഞാനും അംഗമാണ് ആ കമ്മിറ്റിയിൽ. തീർച്ചയായിട്ടും റഷീദ് വെറുതെ വാദിച്ച് ഇതാവുകയാണ്, പരാജയപ്പെടുകയാണ്. ഇവിടെ 5 വർഷമായി PC ചാക്കോയെ തെരഞ്ഞെടുത്തിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരേണ്ടതിന്റെ ഒരു മാസം മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് 123 കോടി രൂപയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നമ്മുടെ ഈ കോൾപ്പാടങ്ങളിൽ ഒരു ഉദ്ഘാടനം നിർവഹിച്ചു. 5 വർഷം ഉണ്ടായിരുന്നല്ലോ. 5 വർഷം ഉണ്ടായിരുന്നല്ലോ. കേന്ദ്രം പാസാക്കിയതല്ല. 1200 കോടി രൂപയുടെ സമഗ്രമായ ഈ തൃശൂർ ജില്ലയിലെ കോൾ വികസന പദ്ധതിയുടെ പ്രോജക്ട് ഉണ്ടാക്കിയതാരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ സമർപ്പിച്ചത്. ആ പദ്ധതിയാണ് PC ചാക്കോ 123 കോടി രൂപയുടെ പദ്ധതിയാക്കി വെട്ടിക്കുറച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രം അതിന്റെ ഒരു ഉദ്ഘാടനം നടത്തി ആളുകളെ വോട്ടർമാരെ കബളിപ്പിക്കുകയാണ് PC ചാക്കോ ചെയ്തിരിക്കുന്നത്. തൃശൂർ പൊന്നാനി തൃശൂർ പൊന്നാനി കോൾപ്പടവ് 22,000 ഹെക്ടർ ഭൂമിയാണ് കിടക്കുന്നത്. ആ ഭൂമി കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞ കണക്കുകൾ പൂർണ്ണമായിട്ട് തെറ്റാണ്. വത്സരാജെങ്കിലും അത് സത്യം പറ. വത്സരാജ് 474 കോടി രൂപയുടെ പരിപാടിയല്ലേ നമ്മൾ എല്ലാവരും കൂടിയിരുന്നിട്ട് ജില്ലാ കളക്ടറേറ്റിൽ വെച്ചിട്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു പ്രോജക്റ്റായിട്ട് വന്നതല്ലേ, പറ്റട്ടെ, പ്രോജക്റ്റായിട്ട് വന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് അതിന്റെ സത്യം. ഞാനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്ര ഭക്ഷ്യസുരക്ഷ, മധ്യ കേരളം മുഴുവൻ ഭക്ഷണം കഴിക്കേണ്ട തൃശൂർ പൊന്നാനി കോൾപ്പടവ് മേഖല ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടുമായിട്ട് മാറിയിരിക്കുക. ഇത് കെടുകാര്യസ്ഥതയാണ്. 2 സർക്കാർ മാറി മാറി ഭരിച്ചിട്ട് കെടുകാര്യസ്ഥതയാണിത്. ഇതിന്റെ പേരിലൂടെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു, കർണാടകത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നു, ആന്ധ്രയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരു ദിവസം ലോറി വന്നില്ലേ ഭക്ഷണം കഴിക്കില്ല മലയാളി. ഈ ഒരു അവസ്ഥ ഇവർ രണ്ടുപേരും തുല്യ പങ്കാളികളല്ലേ? ഇവരിതൊന്നും എന്താ പറയാനുള്ളത്? ഈ വിഷയത്തിൽ 3 കക്ഷികളും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. വികസന വിഷയമാണെങ്കിൽ മാത്രം ആരോടാണ് ചോദ്യം? ഞാൻ വിഷയത്തിനാണ്. ഈ ആധാർ കാർഡ് നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ ഒരു വികസന നയമാണോ?
ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പാചകവാതന വില കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വിലക്കയറ്റം ഈ കോൺഗ്രസിന്റെ ഒരു നയമാണോ ജനങ്ങളെ ഈ ആധാർ കാർഡ് തീർച്ചയായും ചില രാഷ്ട്രീയത്തിനും അപ്പുറമുള്ള ആധാർ കാർഡ് ഈ വിഷയത്തിൽ ആധാർ കാർഡ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. താങ്കൾ പറയും. ആധാർ കാർഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയെന്ന് സത്യമാണ്. ആധാർ കാർഡ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും നടപ്പിലാക്കിയത്. എന്നാൽ നമ്മുടെ സബ്സിഡി ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് ഇവിടെ ആധാർ കാർഡ് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചത് ഈ UPA ഗവൺമെന്റാണ്. അത് UDFന്റെ ഭരണ നേട്ടമാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് സുഹൃത്തുക്കളെ, ആധാർ കാർഡ് ആവശ്യമില്ല. ഗ്യാസ് സബ്സിഡി ലഭ്യമാക്കുന്നതിന് ആധാർ കാർഡ് ആവശ്യമില്ല. മറ്റൊരു വികസന വിഷയവുമായി ബന്ധപ്പെട്ട് നിർത്തുക. ഈ വിഷയത്തിൽ ബഹളം വെക്കാതിരിക്കുക സുഹൃത്തെ, ബഹളം വെക്കാതിരിക്കുക. മറുപടി പറയട്ടെ. താങ്കൾ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. എന്താണ് വികസന വിഷയം? 3 പേർക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയത്തിൽ മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഖരമാലിന്യ സംസ്കരണം, രണ്ടാമത്തെ കാര്യം ദ്രവമാലിന്യ സംസ്കരണം, കൂടാതെ ജില്ല ഇന്ന് അനുഭവിക്കുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. ഒരു പക്ഷേ ഭാരതപ്പുഴയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തടയണ, ഇത്തരം കാര്യങ്ങളിൽ എന്തായിരിക്കും ജയിച്ചു വരുന്ന എംപിമാരുടെ സമീപനം? ഈ ഖരമാലിന്യ സംസ്കരണ വിഷയവും ദ്രവമാലിന്യ സംസ്കരണ വിഷയവും ഒപ്പം തന്നെ തൃശൂർ ജില്ലയെ കൂടി ബാധിക്കുന്ന ഭാരതപ്പുഴയിലെ വെള്ളം ഉൾപ്പെടെ ജില്ലയിൽ വ്യാപകമായി കുടിവെള്ളം പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. കാരണം ഈ വേനൽ എത്തുമ്പോഴേക്കും കുടിവെള്ളക്ഷാമം രൂക്ഷമായതായി വാർത്തകൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനിയുള്ള നാളുകളിൽ അത് കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഖരമാലിന്യ സംസ്കരണം ഗുരുവായൂരിലായാലും തൃശ്ശൂരിലായാലും കുന്നംകുളത്തായാലും തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിഷയമുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും ഈ വിഷയമുണ്ട്. ഈ വിഷയത്തിലെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 കക്ഷികളുടെയും പ്രതിനിധികൾ 3 കക്ഷികൾ LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രതിനിധികളോട് മത്സരിക്കുന്നു. UDFന്റേതായി ശ്രീ KP ധനപാലൻ, ഇടതുമുന്നണിക്കായി CN ജയദേവൻ, BJPക്കായി മത്സരിക്കുന്നത് KP ശ്രീശൻ. ഇവർ കക്ഷികൾക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കക്ഷികൾക്ക് മറുപടി പറയാനുണ്ടാകും. ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ ആരുടെ കക്ഷിയാണ് ജയിച്ചു വരുന്നതെങ്കിൽ നടപ്പാക്കാനിരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന വിഷയങ്ങൾ 3 പേർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നതാണ്. ജില്ലയുടെ വികസന പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ്, നിരന്തരം ഇടപെടുന്നവരാണ്. ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ ഓരോരുത്തരും ആ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന വിഷയങ്ങൾ, ഇതിൽ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നവും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ വിഷയവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ തൃശൂർ ലോക്സഭ തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾ ഒട്ടേറെയുള്ള ഒരു ലോക്സഭ ഒരു പ്രദേശമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മുൻഗണനാക്രമം എടുത്തുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനവുമായി ബന്ധപ്പെട്ട് നേരത്തെ എൻ്റെ ബഹുമാന്യനായ BJP വക്താവ് ശ്രീ രഘുനന്ദൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഇന്ന് തരിശിട്ട് കിടക്കുകയാണ്. അത് പച്ചപ്പിലേക്ക് കൊണ്ടുവന്ന് കൃഷി ഉൽപാദനം, കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാക്കണം. അത് വളർച്ച ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും ശ്രീ PC ചാക്കോ ആരംഭിച്ച ഈ പദ്ധതി, നിങ്ങൾ പറഞ്ഞു ഇവിടെ നേരത്തെ എല്ലാ സർവ്വകക്ഷികളും കൂടി ചേർന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ പദ്ധതി 1100 കോടിയുടെ സമർപ്പിക്കുകയും 700 കോടിയുടെ പ്രോജക്റ്റ് അംഗീകരിക്കുകയും 450 കോടി രൂപ അനുവദിക്കുകയും 150 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് നമ്മുടെ മേഖലയിലെ ഭക്ഷ്യോൽപാദനത്തിലെ ഏറ്റവും ഗൗരവതരമായ ഒരു ഇടപെടലാണ്. അതിന്റെ പൂർത്തീകരണം അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നം, അതിരൂക്ഷമായ പ്രശ്നം, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കുടിവെള്ളത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങളുടെ മനുഷ്യരുടെ കയ്യേറ്റങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പരിതാപകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കുടിവെള്ളം മനുഷ്യർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത നീക്കങ്ങൾ പരിസ്ഥിതി രംഗത്ത്
തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോൾ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുതിയ ഈ ഗാഡ്ഗിൽ അതുപോലെ തന്നെ കസ്തൂരി രംഗം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചർച്ചയാണ്. തീർച്ചയായിട്ടും ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണം ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുള്ളൂ. പരിസ്ഥിതി സംരക്ഷിക്കുക, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാരതപ്പുഴയും അതുപോലെ തന്നെ ചാലക്കുടി പുഴയും കരുവന്നൂർ പുഴയും ഒക്കെ വളരെയേറെ ജലലഭ്യതയുള്ള പ്രദേശങ്ങളാണ് ചാലക്കുടിയും കരുവന്നൂരും. അവിടെ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ആലോചനയുണ്ടാകണം. അതോടൊപ്പം തന്നെ നാടിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പട്ടിണിക്കാരില്ലാതാക്കുന്നതിനുള്ള UPAയുടെ പരിശ്രമങ്ങളെ എല്ലാ രീതിയിലും പിന്തുണക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്ത് 120 കോടി ജനങ്ങളുള്ളതിൽ 81 കോടി ജനങ്ങൾക്കും ഭക്ഷണം ഉറപ്പു നൽകുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യങ്ങളെ താങ്ങുവില 1250 രൂപയായി താങ്ങുവില നിശ്ചയിച്ചത് നമ്മുടെ രാജ്യത്താണ്. 1350 രൂപ ഗോതമ്പിന് താങ്ങുവില നിശ്ചയിച്ചത് നമ്മുടെ രാജ്യത്താണ്. അതുപോലെ തന്നെ ചെറുകിട കർഷക തൊഴിലാളികളെ 4.3 കോടി ആളുകൾക്ക് വായ്പ എഴുതി തള്ളിയത് ഈ തൊഴിലുറപ്പ് പദ്ധതി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ രാജ്യത്ത് 213 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചത് UPA ഗവൺമെന്റാണ്. രാജ്യത്ത് തൊഴിലില്ലാത്തവർ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ശരി, 3 മിനിറ്റ് സമയം അനുവദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ ശ്രീ CN ജയദേവൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ശ്രീ KK വത്സരാജ് ഇവിടെയുണ്ട്. അദ്ദേഹമാണ് MP ആവുകയാണെങ്കിൽ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ പറയുക. ആദ്യമായി പറയാനുള്ളത്, റഷീദ് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറേയേറെ പറയേണ്ടി വരും. ഈ കേരളത്തിൽ 2.5 ലക്ഷത്തിലധികം കർഷകൻ ആത്മഹത്യ ചെയ്ത കാലഘട്ടമാണ് UPA ഗവൺമെന്റിന്റെ കാലഘട്ടം. ഇവിടെ ആസിയൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തതിന്റെ പേരിൽ ഇവിടത്തെ കർഷകന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കിയതാണ്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പറയാണ്, ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് യാതൊരുവിധ മുന്നുപാധികളുമില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാസാക്കിയ ഒരു നിയമം മാത്രമാണ് നമ്മുടെ രാജ്യത്ത് പോകുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഈ കോൾ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം, തൃശൂരിലെ കാര്യം അറിയാലോ. തൃശൂരിൽ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ മുമ്പുള്ള UDF ഗവൺമെന്റിന്റെ നാളിൽ കേരളത്തിൽ എത്ര കർഷക ആത്മഹത്യ ഉണ്ടായി, എത്ര കർഷകൻ ആത്മഹത്യ ചെയ്തു? LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഭക്ഷ്യസുരക്ഷ ഈ പറയുന്ന കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി. ഇവിടത്തെ പാവപ്പെട്ട കർഷകന്റെ വായ്പ എഴുതി തള്ളി. കർഷക ആത്മഹത്യ ഇല്ലാത്ത 5 വർഷം കേരളത്തിലുണ്ടായി. അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഇവിടത്തെ കർഷകനെ സംരക്ഷിക്കാൻ UDF-ഉം UPA-യും വരുന്നത്. ഒരു കാര്യം കൂടി പറയാം. ലോക്സഭാ മണ്ഡലം സമഗ്ര കോൾ വികസന പാക്കേജ് ലോക്സഭാ മണ്ഡലം അദ്ദേഹം പറയട്ടെ സമഗ്രമായ നിങ്ങളും സമഗ്രമായ കോൾ വികസന പാക്കേജ് തയ്യാറാക്കിയത് അവിടുത്തെ കോൾ കർഷക സംഘം കൂടി കേരള കാർഷിക യൂണിവേഴ്സിറ്റി കൂടി തയ്യാറാക്കിയതാണ്. LDF ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. നേരത്തെ റഷീദ് ഇവിടെ പറഞ്ഞല്ലോ, 1000 ചില്ലാനം കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി 123 കോടി രൂപയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം നിർവഹിച്ചു എന്ന 2 മാസം മുമ്പ് ഇത് കേരളത്തിലെ 5 വർഷക്കാലം കേരളത്തിന്റെ MP ആയി നിന്ന PC ചാക്കോയുടെ കെടുകാര്യസ്ഥതയാണ് ഈ തൃശൂരിന്റെ കോൾ വികസന മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നത് എന്ന കാര്യം ഈ തൃശൂരിലെ കോൾ കർഷകർക്ക് അറിയാം. ശരി. ബിജെപിയുടെ കക്ഷിയുടെ പ്രതിനിധിക്കും ഈ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വികസനത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അദ്ദേഹം അത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിഷയങ്ങളെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി 3 മിനിറ്റിനുള്ളിൽ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രാധാന്യം കൊടുക്കുക കുടിവെള്ള പ്രശ്നത്തിനാണ്. ഭാരതപ്പുഴയിലെ അണക്കെട്ടുകൾ കെട്ടിക്കൊണ്ട്, കാരണം ഓരോ വർഷവും
2.5 വർഷം മനുഷ്യന് ആവശ്യമുള്ള വെള്ളമാണ് ഭാരതപ്പുഴയിൽ കൂടി പെരിയാറിൽ കൂടി ഒഴുകിപ്പോകുന്നത് എന്ന് TNN പട്ടേരിപ്പാടാ പറഞ്ഞിരിക്കുന്നത്. അവിടെ തടയണകൾ വെച്ച് വെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പോകും. 2, ഇവിടെ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോൾ മേഖലകളും പുഞ്ചകൃഷികളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കും. 3, ഭക്ഷ്യസുരക്ഷയോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റൽ മേഖലയിൽ മത്സ്യസമ്പത്തിനെ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. 4, ഇവിടെ മാലിന്യം കൂടി വരുന്ന ഗുരുവായൂരിനെ പോലെ തൃശ്ശൂരിനെ പോലെയുള്ള കുന്നംകുളത്തിനെ പോലെയുള്ള പ്രത്യേക പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. 4, കോട്ടേജ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ അതിവിടെ കൂടുതൽ വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ഈ നാടിന്റെ സർവ്വതോമുഖമായ വികസനം ഈ നാട്ടിലുണ്ടാകും. പറയട്ടെ ഒരു കാര്യം പറയട്ടെ മുഴുവൻ പറയട്ടെ. ഇന്ത്യയിൽ അധികാരത്തെ വരാൻ പോകുന്നത് CPI മുസ്ലിം ലീഗും അല്ല, BJP-യാ. അപ്പൊ BJP തീരുമാനിക്കും ഇവിടെ എന്ത് വികസനം വേണമെന്ന്. അല്ലാണ്ട് 3 സീറ്റിനോ 2 സീറ്റിനോ മത്സരിക്കുന്നവരല്ല. ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കും, വിജയിക്കും, ഭരിക്കും. കേരളത്തിലെ ജനങ്ങളെയും സഹോദരങ്ങളെ കൊല്ലുകൊണ്ട് ഇവിടുത്തെ വികസനത്തിൽ പങ്കാളികളാക്കും. ശരി, മൂന്ന് കക്ഷികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തുകയുണ്ടായി. ഇവർക്ക് 3 പേർക്കും മണ്ഡലത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിഷയമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത്. ജനങ്ങൾക്കിടയിൽ നിന്ന് നിരവധി വികസന വരികയുണ്ടായി. അതിൽ കുടിവെള്ള പ്രശ്നമുണ്ട്, ഖരമാലിന്യ പ്രശ്നമുണ്ട്, നമുക്ക് സമയ പരിമിതിയുമുണ്ട്. എന്തായാലും UDF വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേർന്നത് ശ്രീ CH അബ്ദുൾ റഷീദാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. ഒപ്പം തന്നെ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ KK വത്സരാജ് ഇടതുമുന്നണിക്ക് വേണ്ടി, BJPക്ക് വേണ്ടി BJP ദേശീയ സമിതി അംഗം E രഘുനന്ദനൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പോരാട്ടം ഗുരുവായൂരിന്റെ മണ്ണിൽ ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.